ഒരു കാലത്ത് കേരളത്തിലെ ജോലി സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ നോ വേക്കൻസി എന്ന ബോർഡുകളാണ് കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് എന്ന ബോർഡുകളായി മാറിയിരിക്കുന്നു. അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് വീട്ടുജോലിക്ക് ആളെ കിട്ടുക എന്നുള്ളതാണ്. ഇവിടെ വേലക്കാരിക്കായി കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. പോവട്ടെ ഇവിടുന്ന്, പട്ടി പോകാൻ പോവട്ടെ ഇവിടുന്ന്. ഈ പട്ടിയെ കൊണ്ട് വലിയ ശല്യായില്ല. ഓ ദേ പട്ടി മാറി പൂച്ച. ഇതുങ്ങളെ കൊണ്ടൊക്കെ വലിയ തൊന്തരവാണല്ലോ ദൈവമേ. ഇവിടുത്തെ ഒരു കാര്യം നോക്കാൻ ആരുമില്ല. ഒരു വേലക്കാരി നിർത്തടി എന്ന് പറയാൻ തുടങ്ങിട്ട് എത്ര കാലായി. അതെങ്ങനാ? എനിക്കൊരു ഭാര്യയുണ്ട്, ഒരു ഭൂതന. അവക്ക് ഭയങ്കര സംശയ. എന്നാ ഇവിടുത്തെ കാര്യങ്ങൾ അവള് നോക്കി ചെയ്യുവോ? അതുമില്ല. കറിയാച്ചാ, രാവിലെ എന്താ പ്രശ്നം? ഒന്നും പറയണ്ടടാ, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഒരാളുമില്ലെന്നേ. അല്ല ചേട്ടാ, അമ്പലക്കുളത്തിന്റെ അടുത്തായിരുന്നില്ലേ നിങ്ങളുടെ വീട്? അത് വിറ്റിട്ടെന്താ ഇപ്പൊ ഇങ്ങോട്ട് മാറിയത്? പെണ്ണുങ്ങളുടെ കുളിശല്യം കൊണ്ടാണ്? അതുകൊണ്ടൊന്നും അല്ലടോ. പിന്നെ പഴയ പോലെ കണ്ണു പിടിക്കണില്ലാന്നേ. അല്ല ചേട്ടൻ ഇന്നലെ ചേട്ടന്റെ ഭാര്യയായിട്ട് സ്കൂട്ടറിന് പോയപ്പോ ഒരുത്തിന് ഓടി വന്നിട്ട് ചേട്ടന്റെ ഭാര്യനെ സ്കൂട്ടറിൽ നിന്ന് പിടിച്ചിറക്കി തല്ലണണ്ടല്ലോ. എന്നിട്ട് ചേട്ടൻ എന്താ മൈൻഡ് ചെയ്യാണ്ട് സ്കൂട്ടറായിട്ട് പോയി കളഞ്ഞത്? അവന്റെ ഭാര്യ അവൻ തന്നെ, ഞാൻ എന്ത് ചെയ്യാനാണ്? അവന്റെ ഭാര്യ? ഇന്നലെ ഞാൻ സ്കൂട്ടറിൽ കൊണ്ടുപോയത് അവന്റെ ഭാര്യ അല്ലായിരുന്നോ? എന്റെ പൊന്നു ചേട്ടാ, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും ചേട്ടൻ ഈ പെമ്പിള്ളേരെ പുറകെയുള്ള ചുറ്റിക്കളിയൊക്കെ ഒന്ന് നിർത്താൻ പാടില്ലേ? പോടാ പോടാ പോടാ, എന്നെ ഉപദേശിക്കാൻ വരല്ലേ. അല്ല പറഞ്ഞ പോലെ ചേച്ചിനെ കണ്ടില്ലേ എവിടെ? അവളുടെ കാര്യം ഒന്നും പറയണ്ട. അവൾ ഏത് സമയവും ബ്യൂട്ടി പാർലറിലല്ലേ. എവിടെ? ബ്യൂട്ടി പാർലർ. പരിഹാരത്തിന് പാർലറില്ലേ, ചുളിഞ്ഞോട്ടെ പരിഹാരത്തിന് പാർലറില്ലേ. രാവിലെ ഒരുങ്ങിക്കെട്ടി എവിടെ പോയതാ? ഞാൻ യോഗയ്ക്ക് പോയതാ. എന്തിന്? എന്റെ വയറ് കുറയ്ക്കാൻ. എടി, ആദ്യം നിന്റെ തീറ്റ കുറയ്ക്ക്, അപ്പൊ താനെ വയറ് കുറയും. അയ്യോ, ഇതാരോ സുകുമാരനോ? എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്? സുകുമാര, ഞാൻ പറഞ്ഞ വേലക്കാരുടെ കാര്യം എന്തായടാ? ചേച്ചിയല്ലേ പറഞ്ഞത് 50 വയസ്സുള്ള വേലക്കാരത്തി മതി മതിന്ന്. 50 വയസ്സുള്ള വേലക്കാരത്തിനെ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാ? ഇനിയിപ്പൊ 50 വയസ്സുള്ളതിനെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ 25 വയസ്സുള്ള രണ്ടെണ്ണത്തിനെ ഒപ്പിച്ചാ പോരെ? എന്നിട്ട് വേണം അപ്പനും മോനും കൂടി അതും കൂടെ പുറകെ നടക്കല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. സുകുമാര, നീ പോയിട്ട് എവിടെയെങ്കിലും ഒരു വേലക്കാരി കിട്ടും നോക്കുമ്പോ. എന്താടി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അറിയാമോ? ഇല്ല. അയ്യോ, ഇന്നല്ലേ നിങ്ങളുടെ ബർത്ത്ഡേ. അതുപോലെ അറിവില്ല. നിർത്ത്, ഇതൊക്കെ ആരും ഓർത്തിരിക്കാനാ. പക്ഷെ മറ്റന്നാളത്തെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയാമോ? ഇല്ല. എടി, അന്നല്ലേടി നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി. എന്റെ കർത്താവേ, എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് നിങ്ങൾക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടെന്ന്. അതെന്താ? നിങ്ങളുടെ ബർത്ത്ഡേ പോലും ഓർക്കാതെ നമ്മുടെ കല്യാണ ദിവസം ഓർത്തല്ലോ. അത് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ലടി. പിന്നെ ദുരന്തങ്ങളൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. എടി, ഞാനിന്നലെ ഒരു സ്വപ്നം കണ്ട്. എന്ത് സ്വപ്നമാ ചായ? എടി, നിന്റെ നെറുകം തലയിലേ ഒരു തേങ്ങ വീണെന്ന്. ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അതിന് പച്ചാൻ ഇത്ര സങ്കടപ്പെടേണ്ട കാര്യം എന്താ ഉള്ളേ? അതെന്താ? അത് വേറെ സ്വപ്നമല്ലേ? അതാണടി എന്റെ സങ്കടം. ചായ, നമ്മുടെ കോണയുടെ മുകളിലിരുന്ന മരത്തിന്റെ വലിയ ക്ലോക്ക് ഇല്ലേ, ആ ക്ലോക്ക് താഴത്തേക്ക് വീണ ചായ. അയ്യോ, എന്നിട്ട് 5 മിനിറ്റ് നേരത്തെ ആയിരുന്നെങ്കിലേ അതെന്റെ തലയിൽ വന്ന് വീണ് ഞാൻ ചത്തു പോയാനെ. അല്ലെങ്കിലും ആ നശിച്ച ക്ലോക്ക് അങ്ങനെ എപ്പോഴും അത് 5 മിനിറ്റ് സ്ലോയാ. നിന്റെ മോനെന്തേ? എന്നാന്ന്? എടി, നിന്റെ പുന്നാര മോനെന്തേന്ന്? അപ്പന്റെ അല്ലേ വിത്ത്. ഏതെങ്കിലും ലേഡീസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലോ വുമൻസ് കോളേജിന്റെ മുമ്പിലോ ഒക്കെ കാണും. ഒരു കോലില് സാരി ചുറ്റി വെച്ചാ മതി, അതിന്റെ പുറകെ പോകും. അതാണ് അപ്പനും മാനും. നീ ഇത്രയും നേരം ഏത് പെണ്ണുങ്ങളുടെ പുറകെ വായി നോക്കി നടക്കായിരുന്നടാ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പച്ച, നമ്മുടെ മേരി ചേച്ചിയുടെ വീട്ടിലെ ഗ്യാസ് തീർന്നല്ലേ? അത് നിനക്കെങ്ങനെ മനസ്സിലായടാ? അമ്മച്ചി, അപ്പുറത്തെ മേരി ചേച്ചി ഇന്നലെ നമ്മുടെ അപ്പച്ചനോട് പറഞ്ഞത് ഞാൻ കേട്ടതാ. എന്തോന്ന്? ഈ പരിപ്പ് ഈ കലത്തിൽ വേഗൂലെന്ന്. എന്റെ പൊന്നു കർത്താവേ, ഞാൻ എന്നതൊക്കെയായി കേൾക്കുന്നേ. ഈ വീട്ടിൽ ആവശ്യത്തിന് ഗ്യാസും പാത്രവും ഒക്കെ ഉണ്ട്. പക്ഷെ സമയത്തിന് പരിപ്പ് വേവിക്കാൻ മാത്രം ആരും ഇല്ല. എന്റെ പുന്നാര മോനെ, നീ വലിയ വർത്താനൊന്നും പറയല്ലേ. എടാ, നിന്നെ പേടിച്ചിട്ടാ ഞാൻ ആ കുളിക്കടവില് വീടും പറമ്പും വിറ്റത്. എന്നിട്ട് നീ ഇപ്പോഴും അവിടെ പോയി കുളിച്ച് കാണതല്ലേ പരിപാടി. അപ്പഴാണെന്ന് ഞാൻ നോക്കത്തില്ല. അപ്പഴില്ലാത്തന്റെ ഗ്യാപ്പാണ് ഞാൻ അവിടെ
പതുങ്ങി നിന്നത് ഞാനല്ല. ഇന്ദുവിന്റെ വീട്ടിൽ അതും ഇന്നലെ അന്തി നേരം നോക്കി ഒരു മിന്നല തലലൊറ്റ മുണ്ടുമിട്ടു ചെന്നതപ്പന തരികിട. ഇനി നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ ഞാൻ എവിടെയെങ്കിലും പോയി ചത്തു കളയും. ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ സുകുമാരൻ പറഞ്ഞയച്ചിട്ട് വന്ന പുതിയ സർവത്ത. സർവത്ത? അയ്യോ അയ്യോ അല്ല, സർവന്റ്. നിന്നെ കണ്ടിട്ട് വേലക്കാരിയുടെ ഒരു ലുക്കില്ലല്ലോടി. ലുക്കിലല്ല, വർക്കിലാണ് കാര്യം. നീ കല്യാണം കഴിച്ചതാണോടി കൊച്ചേ? അയ്യോ കഴിച്ചു. 4 കുട്ടികളുണ്ട് എനിക്ക്. പിള്ളേരുടെ അച്ഛൻ എന്നാടി പണി? പിള്ളേരുടെ അച്ഛന്മാർക്ക് എന്താ പണിയെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരുടെയൊക്കെ വീട്ടിൽ ജോലിക്ക് നിപ്പാ എന്റെ പണി. എന്ത് രസമല്ലേ? ഇവക്കളെ നഗ്ന ചിത്രമല്ലേ ഞാൻ അന്ന് ആ മാസികയുടെ ഫ്രണ്ട് പേജിൽ കണ്ടത്. അയ്യോടാ, എന്നിട്ട് നീ എന്നെ കാണിച്ചില്ലല്ലോ. അയ്യോ മുതലാളി, അതെന്നെ അവര് ചതിച്ചതാ മുതലാളി, ചതിച്ചതാ. നിന്നെ ആരാടി ചതിച്ചേ? സത്യത്തിൽ എന്താ ഉണ്ടായെന്നറിയാമോ? എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാണേ. എന്റെ ഈ ശരീരത്തിന് ഇങ്ങോട്ടുള്ള ഭാഗം മാത്രമേ എന്റേതായിട്ടുള്ളൂ. എന്നിട്ട് ഏതോ ഒരു പെങ്കൊച്ചിന്റെ തല അതിനകത്ത് വെട്ടി കയറ്റി വെച്ചിട്ട് എന്നെ ചതിച്ചതാ, എന്നെ ചതിച്ചതാ. അതൊക്കെ പോട്ടെ മോളെ, നീ ഇതിനു മുമ്പ് എവിടെയാ ജോലിക്ക് നിന്നത്? ആ ജഡ്ജി അമ്മാന്റെ വീട്ടിൽ. ഓ, ആ അറുത്തതായിക്ക് ഉപ്പ് തേക്കാത്ത വൃത്തികെട്ടവന്റെ വീട്ടിലോ? കൊച്ചമ്മ എന്നെ എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ എന്റെ ജഡ്ജി അമ്മാനെ കുറിച്ച് പറഞ്ഞ ഞാൻ സഹിക്കത്തില്ല. അതെന്നാടി ജഡ്ജിയമാനെ പറഞ്ഞപ്പോ നിനക്ക് ഇത്ര പൊള്ളുന്നേ? കൊച്ചമ്മയ്ക്ക് അറിയുമോ, എല്ലുമുറിയ പണിയെടുത്ത് അടുക്കളയുടെ ഏതെങ്കിലും ഒരു മൂലയില് ഞാനൊരു കീറപ്പായയിൽ കിടന്നുറങ്ങുമ്പോ AC-യിൽ മാത്രം കിടന്നുറങ്ങി ശീലിച്ച ജഡ്ജി മുതലാളി പാവപ്പെട്ടവളെന്നോ പണക്കാരിയെന്നോ വ്യത്യാസമില്ലാതെ ആ കീറപ്പായൽ എന്നോടൊപ്പം ഒന്ന് കിടക്കുമോ? ഇവക്കൊന്നും അതിന്റെ സീരിയസ്നെസ് അറിയാൻ പാടില്ലെന്ന്. എന്നിട്ട് നീ എന്താടി അവിടുന്ന് പോന്നത്? ഇഷ്ടമല്ല. ആ, പെണ്ണുങ്ങളായ അങ്ങനെ വേണം. എനിക്ക് ഇപ്പഴാ നിന്നെ വിശ്വാസമായ. അന്യ പുരുഷന്മാര് വരുമ്പോ നമ്മൾ ഇഷ്ടക്കേട് കാണിക്കണം. അയ്യോ, എനിക്കല്ല ഇഷ്ടമല്ലാത്തത്, പിന്നെ അവിടുത്തെ കൊച്ചമ്മയ്ക്ക്. എന്തൊക്കെയായാലും നീ ഇവിടെ മര്യാദക്ക് നിന്നോണം, അല്ലെങ്കിൽ നീ എന്റെ തനി സ്വഭാവം മനസ്സിലാക്കും. ആ ശരി കൊച്ചമ്മേ. കൊള്ളാ, ഇന്നു മുതൽ നീയാണ് ഈ വീടിന്റെ നിലവിളക്ക്. അപ്പൊ അമ്മച്ചിയാ? അത് പാട്ട വിളക്ക്. വിളക്ക് കത്തിക്കുന്നതൊക്കെ കൊള്ളാം. അപ്പച്ചിരി വിളക്ക് ഊതി അടയ്ക്കാൻ നോക്കിക്കോണം കേട്ടോ. ഏറി പോടാകത്ത്. എന്റെ ചെന്താമരേ, എന്ത് വലിയ മുതലാളി. നിന്നെ ഇവിടെ എത്തിക്കാൻ ഞാൻ എന്തൊക്കെ പാടുപെട്ടെന്ന് അറിയാമോ? ഇനി ഇതാണ് നമ്മുടെ സാമ്രാജ്യം. അയ്യോ മുതലാളി, ഞാൻ ഒന്ന് പേടിക്കാതെ ചെന്താമരേ. ഇന്ന് 7:30 പവർ കട്ട് സമയത്തെ ഞാൻ നിന്റെ വീട്ടിൽ വരും. അയ്യോ മുതലാളി, ആരെങ്കിലും കണ്ടാലോ? ഒന്ന് ധൈര്യമായിട്ടിരിക്കുന്നേ, ഞാനല്ലേ പറയുന്നത്. അയ്യോ മുതലാളി, കറണ്ട് ഇല്ലാത്ത സമയത്ത് മുതലാളി വന്നാൽ ഞാൻ എങ്ങനെ തിരിച്ചറിയും? ഞാൻ അവിടെ വന്നിട്ട് ബൗ ബൗ എന്ന് കുരയ്ക്കും. അപ്പൊ നീ അവിടെ എല്ലാം ഓക്കെ ആണെങ്കിൽ എന്നൊന്ന് കരഞ്ഞാ മതി. അപ്പൊ തന്നെ ഞാൻ അകത്തേക്ക് ചാടി വരത്തില്ലേ? അയ്യോ മുതലാളി, അപ്പൊ കൊച്ചമ്മ അറിഞ്ഞാൽ? ആരും അറിയത്തില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമ്മുടെ സിഗ്നൽ ഓർമ്മയുണ്ടല്ലോ. ബൗ ബൗ മ്യാവ് മ്യാവ് ബൗ മ്യാവ് ബൗ ബൗ മ്യാവ് മ്യാവ് ബൗ ബൗ മ്യാവ് മ്യാവ്. ചെന്താമരേ. അയ്യോ കൊച്ചു മുതലാളി. ചെന്താമരേ, നിന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ? എന്താ കൊച്ചു മുതലാളി? ഐ ലവ് യു പറഞ്ഞപ്പോ കാലെന്തോ കടിച്ച്, അപ്പൊ അങ്ങനെ ആയിപ്പോയതാ. ചെന്താമരേ, ഐ ലവ് യു. അയ്യോ വലിയ മുതലാളി അറിഞ്ഞാൽ അങ്ങേരോട് പോവാൻ പറവണ്ണേ. ഇങ്ങോട്ട് നോക്ക്, ഇന്ന് പവർ കട്ട് സമയത്ത് ഞാൻ നിന്റെ വീട്ടിൽ വരും. അയ്യോ കൊച്ചു മുതലാളി, അത് ഞാൻ പേടിക്കണ്ട, നീ ഇല്ലേ? അതല്ല, നീ പേടിക്കണ്ട, ഞാനില്ലേ? പക്ഷെ കറണ്ട് ഇല്ലാത്ത സമയത്ത് കൊച്ചു മുതലാളി വന്ന നീ ഒന്നും പറയണ്ട. ഞാൻ അവിടെ വന്നതിന് ശേഷം പൂച്ചയുടെ ഒച്ചയിൽ മ്യാവ് എന്ന് കരയും. എല്ലാം ഓക്കെ ആണെങ്കിൽ നീ പട്ടിയുടെ ഒച്ചയിൽ ബൗ എന്ന് കുറച്ചാൽ മതി. ഓക്കെ? അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. അയ്യോ കൊച്ചു മുതലാളി, അത് പിന്നെ ഞാൻ പറയട്ടെ? നീ ഒന്നും പറയണ്ട, ഞാൻ മ്യാവ്, നീ ബൗ. ഓക്കെ ഓക്കെ. എന്റെ പൊന്നു ദൈവമേ, ഇനി ഇവിടെ എന്തൊക്കെ നടക്കുമോ ആവോ. ഇനി ഒട്ടും സമയം കളയണ്ട, സിഗ്നൽ കൊടുത്തു നോക്കാം. ഇത് തന്നെ പറ്റിയ അവസരം, സിഗ്നൽ കൊടുക്കാം. കിട്ടിപ്പോയി. ഇതവള് തന്നെ.